ബീപ്പിടൂ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം എന്ന് പറയണത്, അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ച് നമുക്കൊരു ഒരു 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 സപ്പോർട്ട് തരണം. നിങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും ഒന്ന് കാണണം. മനസ്സിലായോ? ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ കിടന്ന് കോപ്പറായം കാണിക്കുന്നതെന്ന്. ഒരിക്കലും ഇല്ല. നമ്മുടെ ജിൻഡോ ആയിട്ടുള്ള അടിതായി എപ്പ കഴിഞ്ഞു പോയതുള്ളൂ ജാസ്മിനായിട്ട്. അപ്പൊ ജാസ്മിൻ തെറി വിളിച്ചപ്പോ ഇട്ട് കൊടുത്ത ബീപ്പ് ശബ്ദമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. എന്തോന്ന് ചെയ്യോടെ. അതില് ഒരു പെണ്ണിന് എങ്ങനെ തറ ആവാം എന്നുള്ളതിന്റെ ഏക ഉദാഹരണമാണ് ഈ ജാസ്മിൻ. എത്ര മാത്രം തറ ആയാലും ഇപ്പം എല്ലാവരും ചീത്ത വിളിക്കും. അവിടെയുള്ള എല്ലാ ആൾക്കാരും ചീത്ത വിളിക്കും. ഇപ്പം നോറ ആയിക്കോട്ടെ, ജിൻഡോ ആയിക്കോട്ടെ, അപ്സരയും ഗിപ്സരയും ഒക്കെ എല്ലാ ആണുങ്ങളും ചീത്ത വിളിക്കും. പക്ഷെ ഇവളുടെ ചീത്ത വിളി മാത്രം ഇച്ചിരി കടുത്തു പോയെന്ന് പറയാൻ കാരണം ഒരു ലോക്കൽ എങ്ങനെയൊക്കെ പെരുമാറും, എങ്ങനെയൊക്കെ ചീത്ത വിളിക്കും എന്നുള്ള ഒരു നമ്മളെല്ലാവരും വിളിക്കുന്നതാണ്. നമ്മളൊന്നും വലിയ നല്ല ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഫേസ് പെട്ടെന്ന് മാറണതും ആ ഒരാൾ എങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി ഓടിപ്പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു വിളിയാണ് ഈ ജാസ്മിൻ കിടന്ന് വിളിക്കുന്നത്. അതിൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കറക്റ്റ് പോയിന്റ് ആണ് ഇന്ന് ജിൻഡോ പറഞ്ഞത്. ഈ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള അടിയിൽ ജിൻഡോ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് നമ്മുടെ ഗബ്രി പുറത്തായത്. അവ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ അവ സുഖമായിട്ട് നേരത്തെ നിൽക്കുമായിരുന്നു. നിന്റെ കൂടെ എന്ന് കൂടിയോ അന്ന് തൊട്ട് അവന്റെ കഷ്ടകാലം തുടങ്ങി, വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇവളെ രൗദ്രഭാവം അങ്ങനെയൊക്കെയുള്ള ഭാവമാക്കി എടുത്ത് വിതറി എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോന്റെ അടുത്ത് പൊട്ടിത്തെറിച്ചു. ജിൻഡോനെ നീ എന്ന് വിളിച്ചേടാന്ന് വിളിച്ച് ഒരു വയസ്സിന് മുതിർന്ന ഒരാളെ. പിന്നെ അവിടെ പിന്നെ വയസ്സ് കേസ് എന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്തേ വരെ ചീത്ത വിളിക്കാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. ബിഗ് ബോസിന്റെ ഒക്കെ ഒരു നിലവാരമാണ് ഞാൻ പറഞ്ഞു തരണം. മനസ്സിലായില്ലേ? തന്ത വന്നാൽ പോലും ചീത്ത വിളിക്കാന്ന് പറയണം. ഒരാളെ എങ്ങനെയൊക്കെ വെറുക്കാം, അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഇഷ്ടപ്പെട്ട് വന്നാലും അയാളുടെ ഈ സ്വഭാവങ്ങളൊന്നും മാറില്ല. നമ്മളിപ്പോൾ ഇത്രയും ക്യാമറ ഉള്ളതാണ്, നിങ്ങൾ പറയാതെ നോർമലി സംസാരിക്കുന്നതുകൊണ്ടാണ്, അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ കള്ള ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരണമെന്നൊക്കെ നിങ്ങൾ പറയും, ഫാൻസുകാർ പറയും. പക്ഷേ ഒരു പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഒരാളെയും ഫാനല്ല. ഈ നിമിഷം വരെയും ഞാൻ റിവ്യൂ ചെയ്യുന്നെങ്കിൽ പോലും ഞാൻ ഒരാളെയും പൊക്കിയോ താഴ്ത്തിയോ ഒന്നും ഞാൻ സംസാരിക്കാറില്ല. പക്ഷേ ജാസ്മിന്റെ ഈ ഒരു പ്രവൃത്തികളും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. ഒരാളെ റെസ്പെക്റ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ താൻ പോടോ, തനിക്കെന്തോ, താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വിഷയമില്ല. നീ എന്തോന്ന് കാണിക്കണത്, നിനക്ക് എന്തോന്ന് വേണം, നീ പോടാ എന്നൊക്കെ ഒരാളെ മുഖത്ത് നോക്കി പറയണത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ശരിയില്ല. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 1000 പേര് വീണ്ടും വരുമായിരിക്കും. ഈ കമന്റിന്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ കമന്റ് വരുമായിരിക്കും സപ്പോർട്ടേഴ്സ് ഒക്കെ ആയിട്ട്. നമുക്ക് അതൊന്നും വലിയ വിഷയമില്ലേ. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മുഖത്തൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞു പോയതുള്ള ലൈവ്. ഈ ഒരു ലൈവ് കണ്ട ഒരു മനുഷ്യന് ഇവളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു ഉള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ലൈവ് കണ്ട ഒരാൾക്ക് എങ്ങനെ ഇവളെ ഇത്രയും കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം അവള് നോമിനേഷനിൽ വരെ ഇപ്പൊ ഗബ്രിച്ചായം പോയ സ്ഥിതിക്ക് നമുക്കൊന്നും ഇവിടെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കൽ പാർട്ടി നമുക്കൊന്ന് തള്ളി വെളിയിലോട്ടെങ്കില്ല. പിന്നെ അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ജിൻഡോ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് ആ ഒരു പോയിന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലത്തെ ആ ഒരു സംഭവം, നമ്മുടെ എന്താണ് മറ്റേ അടി വിഷയം, ഗബ്രിയുടെ വിഷയം പറഞ്ഞിട്ടുള്ള അതൊക്കെ ഭയങ്കര കൃത്യമായിട്ട് പുറത്തുനിന്ന് ഒരാളെ എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു അത് കൃത്യമായിട്ട് ജിൻഡോ മാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പുള്ളിക്കാരൻ പറഞ്ഞ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ ഒരു പെണ്ണായിപ്പോ ഇത്. ബിഗ് ബോസിന്റെ പൊന്നോമന പുത്രിയില്ലേ ജാസ്മിൻ ജാഫർ. ഞാനേ ഇപ്പൊ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ആരും വ്യൂസ് ഒന്നും തരുന്നില്ല, ആരും വ്യൂസും കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഇനി ഒരുപാട് കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ഇപ്പൊ പോണ്. ബൈ.